Hi, hello. This is me, Pravina Amidab, and welcome to my channel. സോ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ 3 ദിവസങ്ങളിലായിട്ട് ന്യൂ മെക്സിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു ട്രാവൽ വ്ലോഗാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ 2 പേരല്ല കേട്ടോ, ഏകദേശം കുട്ടികളടക്കം 30 പേരോളം ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ ട്രാവലർ 2 ആയിട്ടാണ് നമ്മൾ പോയത്. സോ ഇത് വന്നിട്ട് നമ്മൾ 23 ഡിസംബർ 2024 എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഏകദേശം 3 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്, സാൻ ആൻ്റോണിയോയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം ന്യൂ മെക്സിക്കോ ഓൺ ദ വേ ആണ്. 1 hourൽ ന്യൂ മെക്സിക്കോ എത്തും. സോ അതിന് മുമ്പായിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയേക്കുവാണ്. കൂടാതെ നമ്മൾ കൂടെ വന്നിട്ടുള്ള ഒരു ട്രാവലർ കൂടിയുണ്ട്, അവർ വന്നിട്ടില്ല. സോ അവർ വന്ന് ഫുഡ് കഴിച്ച് നമ്മൾ പോവാന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും തമിഴാണ് കേട്ടോ. നമ്മൾ 2 മലയാളികൾ മാത്രമേ ഉള്ളൂ. അമി HCL ആണ് വർക്ക് ചെയ്യുന്നത്. സോ അമീൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും. കൂടാതെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലാണ് അവരെല്ലാവരും താമസിക്കുന്നത്. സോ നെയ്ബേഴ്സ് കൂടിയാണ്. സോ നമ്മളെല്ലാവരും കൂടി കുറേ ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ഒരു മാസത്തോളമായി നമ്മളിത് പ്ലാൻ ചെയ്തിട്ട്. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും കാത്തിരുന്ന ഒരു ട്രിപ്പാണിത്. നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് നമ്മളിത് പോകുന്നത് തന്നെ. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി ന്യൂ മെക്സിക്കോൻ്റെ ബോർഡർ ക്രോസ് ചെയ്തിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഈ വിജനമായിട്ടുള്ള ഈ സ്ഥലത്ത് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാൾസ്ബാഡ് കാവറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാഷണൽ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കാണാൻ പോകുന്ന നാഷണൽ പാർക്കിനെ കുറിച്ചിട്ട് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഇന്ന് 2 സ്ഥലങ്ങളാണ് കാണാൻ പോകുന്നത്. ഒന്ന് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കാൾസ്ബാഡ് കാവറൻസ് നാഷണൽ പാർക്ക്, പിന്നെ ഒന്ന് വോയിറ്റ് സാൻഡ് നാഷണൽ പാർക്ക്. ഈ 2 സ്ഥലങ്ങൾ മാത്രമാണ് നമ്മളിന്ന് കവർ ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ ഏർലി മോർണിംഗ് തുടങ്ങിയ യാത്ര ആയതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ട്രാവലിനായിട്ട് പോയി. അപ്പം ഇന്ന് നമ്മൾ റെസ്റ്റ് എടുത്താലുള്ളൂ നാളെയും മറ്റന്നാളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് 2 സ്ഥലത്താണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കാൾസ്ബാഡ് കാവറൻസ് നാഷണൽ പാർക്കിൽ എത്തിയിരിക്കുകയാണ്. അപ്പം ഇത് ആക്ച്വലി നമ്മൾ ഈ വയനാട് ചുരമൊക്കെ കയറുന്ന പോലെ ഇങ്ങനെ ചുറ്റി ഇതിൻ്റെ മേലോട്ടെത്തണം. ഏറ്റവും മുകളിലായിട്ടാണ് ഈ നാഷണൽ പാർക്ക് ഉള്ളത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ടാണ് നമുക്ക് കാണാനുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഒരു മരുഭൂമി പോലെ നല്ല വെയിലും വെളിച്ചമൊക്കെ ഉള്ള പോലെ തോന്നുന്നില്ലേ? പക്ഷെ അങ്ങനെ നല്ല കേട്ടോ, ഒടുക്കത്തെ തണുപ്പാണ്. ആ തണുപ്പ് കാരണം അതിൻ്റെ ഇടയിലുള്ള ചെടികളൊക്കെ നശിച്ചു പോയിട്ടാണ് ഇങ്ങനെ കാണുന്ന ഒരു രൂപത്തിലായിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ നാഷണൽ പാർക്കിൻ്റെ എൻട്രി പോയിൻറ്റിലാണുള്ളത്. ഇതാണ് എൻട്രി പോയിൻറ്റ്. നമ്മൾ മേളിൽ നിന്ന് താഴെ ലിഫ്റ്റ് വഴി വന്ന് ഇറങ്ങിയത് ഈ ഒരു അധോലോകത്തേക്കാണ്. ഇത് കാണുമ്പോൾ തോന്നും എല്ലാം കൂടി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന്. അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുകയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഇത് നമ്മളെ ഒരു ഇരുട്ടത്ത് വന്ന് പിടിച്ചിട്ട പോലെയാണ്. ഒരു വെളിച്ചമില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇച്ചിരി ഉണ്ട്, പക്ഷേ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. ഒരു ഇരുട്ടാണ്, മൊത്തത്തിലൊരു ഇരുട്ടാണ്. നമ്മൾ ഫോണിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഓരോന്നും കാണുന്നത് കേട്ടോ. പിന്നെ നേരത്തെ തന്നെ ക്ലാസ് കിട്ടിയായിരുന്നു, അത് തൊടരുത് ഇത് തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ബിക്കോസ് നമ്മൾ കാണുന്നത് കാവറൻസ് ആണ്. അപ്പം നമ്മളെങ്ങാനും നമ്മുടെ കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പ് നാച്ചുറലി അത് മാറാൻ ചാൻസ് ഉണ്ട് അത്ര, നമ്മളുടെ ടച്ച് കൊണ്ട്. സോ നമ്മൾ ഒന്നിലും തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിതിൻ്റെ ഉള്ളിലോട്ട് വിടുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം ഈ വിഷ്വൽസൊക്കെ കാണുന്ന സമയത്ത് മനസ്സിലാവും എന്ന് എനിക്കറിയില്ല.
ഞാൻ അവിടെ പോയി കണ്ടതുകൊണ്ട് തന്നെ ഈ വിഷ്വൽസ് കാണുമ്പോൾ എനിക്കത് റിലേറ്റ് ചെയ്തിട്ട് ഇതാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പം ഈ വിഷ്വൽസ് അത്ര നന്നായിട്ട് മനസ്സിലാവണമെന്നില്ല. ഓക്കെ, കാരണം ഒന്നാമത് ഇരുട്ടാണ്, രണ്ടാമത് എനിക്ക് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു സയൻറ്റിഫിക് ബോധവും ഇല്ല. പക്ഷേ ഞാൻ കാണുന്ന എനിക്കിഷ്ടമായിട്ടുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒരു വണ്ടറായിട്ട് തോന്നും. പിന്നെ ഇത് നമ്മൾ കാണുന്നത് കാവറൻസാണ്. കാവറൻസും കേവ്സും ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത് അവർ പറഞ്ഞ സമയത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യമാണ് കേട്ടോ. കേവ്സിനെക്കാട്ടും ലാർജറാണ് കാവറൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് പെട്രോളിയം, നാച്ചുറൽ ആയിട്ടുള്ള ഗ്യാസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. പിന്നെ ഈ ഒരു പ്ലേസ് 1930s ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലായി, അവർ ഹിസ്റ്ററിയൊക്കെ പറയുന്ന കൂട്ടത്തിൽ. ഇനി നമുക്ക് കുറച്ച് വിഷ്വൽസ് കാണാം. ഓക്കെ, അയ്യോ അതിൽ വീണ ശരിക്കും കുട്ടേട്ടാന്ന് വിളിക്കാൻ ആര് വരാ. ഇപ്പം നമ്മൾ കണ്ട ആ ഒരു ഷേപ്പുള്ള കാവറിന് പറയുന്ന പേരാണ് ലയൺസ് ടെയിൽ. ഇങ്ങനെ വളരെ രൂപസാദൃശ്യമുള്ളതിനൊക്കെ അങ്ങനത്തെ പേരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതെന്നാ ഫെയറി ലാൻഡാ? ഈ നാഷണൽ പാർക്കിൻ്റെ എൻട്രി പോയിന്റിലെത്തിയ സമയത്ത് എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ഓർമ്മയിൽ വന്നത്. ഒന്ന് മഞ്ഞുമൽ ബോയ്സ്, രണ്ടാമത് ഇതെല്ലാം കൂടി ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ എന്ത് ചെയ്യും ദൈവമേ എന്നായിരുന്നു രണ്ടാമത്തത്. കാരണം നമ്മൾ ചെന്ന സ്ഥലം ഒരു അധോലോകം പോലത്തെ സ്ഥലം, ഇരുട്ട്, ഒരു മാതിരി ഒരു തണുപ്പ്, ആൻഡ് നമ്മളടുത്ത് ഒരുപാട് പേരുണ്ടെങ്കിലും ആരും ഇല്ലാത്ത പോലൊരു നിശബ്ദത, ഒരു എക്കോ പോലെയൊക്കെ ഒരു സൗണ്ട്. കണ്ണടച്ചാൽ നമ്മുടെ ചുറ്റും ആരില്ലാത്ത പോലെ തോന്നും നമുക്ക്. അങ്ങനത്തെ ഒരു ഫീലായിരുന്നു. പക്ഷെ അതിങ്ങനെ ഉള്ളിലോട്ട് പോകും തോറും ഓരോ കേവ്സിൻ്റെ ഷേപ്പും അതിൻ്റെ ഭംഗിയും ഡിഫറൻസും ഇതെല്ലാം കാണുന്ന സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്ത് അത്ഭുതമാണ്, ഇതൊക്കെ ആരാ ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ ഒരു ഫീല് വന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വിഷ്വലി നിങ്ങൾക്ക് ഇത് കാണിച്ചു തരുന്ന ഇതിൽ ഞാൻ പരാജയപ്പെട്ടു. ബിക്കോസ് അവിടെ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള അത്ഭുതങ്ങളൊക്കെ കാണാനായിട്ട്. എനിക്ക് ഈയിടെയായിട്ട് കിട്ടിയിട്ടുള്ളൊരു സ്വഭാവമാണ്, ഞാൻ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് എനിക്ക് വേണം. അത് നിർബന്ധമാണ്. അതൊരു മോശം കാര്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കത് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന സമയത്ത് ഐ ഫീൽ സോ ഹാപ്പി. ഞാൻ എവിടെയോ എന്തൊക്കെയോ പോയി കണ്ടു, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് വരും. പിന്നെ നമ്മൾ ഷോപ്പിലൊക്കെ കയറി അങ്ങനെ തിരിച്ചിറങ്ങി നമ്മളിനി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. രാവിലെ 10:30 ആയപ്പോൾ കയറിയതാണ് അതിൻ്റെ ഉള്ളിലോട്ട്. ഏകദേശം 1 o'clock ആയപ്പോഴാണ് തിരിച്ചിറങ്ങുന്നത്. സോ നമ്മൾ ഭയങ്കര വിശപ്പായിരുന്നു. നമ്മൾ ഫുഡ് ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഡേ ആണല്ലോ. സോ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മളത് വണ്ടിയിൽ നിന്ന് കഴിച്ചിട്ടാണ് നെക്സ്റ്റ് പ്ലേസിലോട്ട് യാത്ര പോകുന്നത്. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് വൈറ്റ് സാൻഡ്സ് നാഷണൽ പാർക്കിലാണ് പോകുന്നത്. സോ ഞാനത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡാണ്. കാരണം ഞാൻ നേരത്തെ ഗൂഗിൾ ഫോട്ടോസിലൊക്കെ ഞാൻ പോയി ചെക്ക് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു ഇടമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കാണാനൊക്കെ ആയിട്ട് ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു.
നേരത്തെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ. പിന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ച ക്ഷീണത്തിൽ കിടന്നുറങ്ങിപ്പോയി. നല്ല തണുപ്പും ഉണ്ടായിരുന്നു, സുഖമായിട്ട് ഉറങ്ങിപ്പോയി. പിന്നെ നമ്മളെ കൂടെ ഉള്ളവർ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇവിടെ US നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ വണ്ടികളൊക്കെ ഡ്രൈവ് ചെയ്യാൻ കിട്ടും. നമ്മൾ റെൻറ്റിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ ഡ്രൈവ് ചെയ്യാം. സോ നമ്മൾ കൂടെയുള്ളവർ തന്നെ മാറി മാറി ഡ്രൈവ് ചെയ്യാണ് കേട്ടോ. അത് വളരെ ലക്കാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പം നിർത്താനും ഫുഡ് കഴിക്കാനും ഒക്കെ റെസ്റ്റ് എടുക്കാനും ഒക്കെ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്തി, വൈറ്റ് സാൻഡ് നാഷണൽ പാർക്കിലെത്തി. എൻട്രിയാണ് നമ്മളിപ്പം ഏകദേശം കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഏകദേശം സൺസെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഇരുട്ടും, കാരണം വിൻ്റർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇരുട്ടും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു ഇച്ചിരിയെങ്കിലും ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ പറപ്പിച്ചായിരുന്നു വിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ഒരു ട്രാവലർ കൂടി ഉണ്ട്. പക്ഷെ അവർക്ക് ആക്ച്വലി നല്ല പിക്സും കിട്ടിയില്ല. അവർ കറക്റ്റ് സമയത്ത് എത്തുകയുണ്ടായിരുന്നില്ല. ഞങ്ങളായിരുന്നു എല്ലാ പ്ലേസിലും ഓൺ ദ ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്ന ടീംസ്. ഞങ്ങളങ്ങനെ നല്ലൊരു സ്പേസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ അത് കണ്ടുപിടിച്ചിട്ട് ഫോട്ടോ എടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു മെയിൻ ടാർഗറ്റ്. எவ்வளவு கூட்டம் பஸ் சசி நாங்க வந்தப்ப ஃப்ரீயா இருந்துச்சு. அப்ப அந்த இதே ஈஸியா பண்ணிக்கலாம். ஆமா, வெளிச்சம் போறதுக்கு முன்னாடி சூப்பரா இருக்கு. இங்க நல்லா இருக்குதுல்ல, நம்ம மட்டும் அப்படியே ஜம்பிள்ஸ் இல்ல மாதிரி. வாங்க தக்காஷியா போட்டோ எடுத்துக்கோ. செமையா இருக்கு, ஸ்னோ மாதிரியே இருக்கு. ஆமா அமீன் ஓகே. നമുക്ക് ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു, ക്ലൈമറ്റ് മോശമായതുകൊണ്ട് കൃത്യസമയത്ത് വൈറ്റ് സാൻഡ് നാഷണൽ പാർക്കിൽ എത്താൻ പറ്റുമെന്നൊക്കെ. പക്ഷെ നമ്മൾ കൃത്യസമയത്ത് എത്തി. നമ്മൾ ആഗ്രഹിച്ച പോലെ വീഡിയോസും റീൽസൊക്കെ എടുക്കാൻ പറ്റി. ഇതിനകത്ത് ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരൊക്കെ ആദ്യത്തെ വിളിയിൽ തന്നെ വന്നിട്ട് നമ്മളെ കൂടെ ഡാൻസ് കളിച്ചു. പ്രത്യേകിച്ചും ബോയ്സ്, അവർ ആക്ച്വലി എന്ത് പറഞ്ഞാലും വരാത്ത ആളുകളാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും അവരെല്ലാവരും നമ്മളെ കൂടെ വന്ന് ഡാൻസ് കളിച്ചു. നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാണ് അവിടെ. പെട്ടെന്ന് തന്നെ രാത്രിയായി, പക്ഷേ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കുട്ടികളുടെ കൂടെ കളിച്ച് നമ്മൾ തിരിച്ചു പോരാണ് ഉണ്ടായത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ദിവസം. ഇനി നമ്മൾ നേരെ ഫുഡ് കഴിച്ചിട്ട് സ്റ്റേ ചെയ്യാനായിട്ട് ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ.